നമ്മുടെ ഈ ഡെയിലി ബ്രെഡിൽ പണ്ട് രാവിലെ 5:30 ഡെയിലി ബ്രെഡില്ലേ, അതിൽ ആദ്യകാലങ്ങൾ തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഡെയിലി ബ്രെഡ് തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അന്നൊരു പ്രത്യേക നോട്ട് തന്നായിരുന്നു. പിന്നീട് ഞാനത് എല്ലാ ദിവസവും പിന്നീടത് ഞാൻ വിട്ടുപോയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും. അത് സ്റ്റുഡിയോയിൽ ഇത് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നൽകിയതാണ്. ഡോക്യുമെൻ്റുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നിങ്ങളൊരു പ്രമാണം ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ പ്രമാണത്തിൽ നക്കലെടുത്ത് രാവിലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നക്കൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കണം. നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഹോൾ ടിക്കറ്റ് രാവിലെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്രെഡിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥനാ സമയമാകുമ്പോൾ ഡോക്യുമെൻറ്റുകളെ, പിന്നെ അതുപോലെ തന്നെ വീട് ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വീടൊക്കെ പണിയാൻ പോകുന്നവരില്ലേ, ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇന്ന് തറക്കല്ലിടുകയാണ് അല്ലെങ്കിൽ വീട് പണിയുടെ പകുതി ബാക്കി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിൽക്കരുത്. ആ സ്ഥലത്ത് ആ വീട് എവിടെയാണ് പണിയണത് അടിത്തറയിൽ പോയി നിൽക്കണം നിങ്ങൾ. ഇപ്പോൾ ഒരു പശുവാ അല്ലെങ്കിൽ ആടാ അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അതിന് വല്ല ക്ഷീണവും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ കർത്താവ് കാലികളെയില്ല. നമ്മുടെ എല്ലാ മേഖലയും ദൈവം ആശീർവദിക്കുകയും എല്ലാ മേഖലയും. അപ്പം അത് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കണം. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് അവിടെ പോയി എന്നാണ് കൂടേണ്ടത്. അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ സമയത്തെങ്കിലും മൊബൈലും കൊണ്ട് അവിടെ ചെന്നിട്ട് ആ പ്രാർത്ഥന അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും യാത്രക്ക് പോകുകയാണെങ്കിൽ റൂട്ട് വരച്ചിടണം അതിൻ്റെ. ഞങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ് റൂട്ട് മുഴുവനും ഇവിടെ യാത്ര ഉണ്ടെങ്കിൽ തിരിച്ചു വരണവരെയുള്ള എല്ലാ റൂട്ടുകളും കർത്താവിന് സമർപ്പിക്കും. അതിന് ഫീഡിങ് പ്രെയർ എന്ന് പറയും. എൻ്റെ സ്വകാര്യമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഫീഡിങ് പ്രെയറാണ് ഇപ്പോൾ ഈ ലേഡി ബ്രെഡായിട്ട് വരണത്. ഫീഡിങ് പ്രെയർ എന്ന് പറയണത് നമ്മൾ രാവിലെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ഫീഡ് ചെയ്യണ പോലെ കർത്താവിൻ്റെ കൈകളിലേക്ക് കാര്യങ്ങളെല്ലാം കൊടുക്കും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നമ്മുടെ വാഹനം പോകുന്ന സ്ഥലങ്ങൾ, വാഹനത്തിനെതിരെ വരുന്ന വാഹനങ്ങൾ, സൈഡിലൂടെ വരുന്ന വാഹനങ്ങൾ, ബാക്കിലൂടെ വരുന്ന വാഹനങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രാർത്ഥനയുടെ സബ്ജക്റ്റായിട്ട് സമർപ്പിക്കും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഇൻറ്റിമസിയുള്ള പ്രാർത്ഥനയ്ക്ക് ഡീറ്റെയിലിംഗ് കൂടും. സാങ്കേതിക പ്രാർത്ഥനയ്ക്ക് ഡീറ്റെയിലിംഗ് ഉണ്ടാകത്തില്ല. നമ്മൾ ഇപ്പോൾ ഓഫീസർമാരൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽ ഉണ്ടാകത്തില്ലല്ലോ. പക്ഷേ അമ്മയും മക്കളും കൂടി സംസാരിക്കണമെങ്കിൽ ഭയങ്കര വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകും. ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ ഫീഡിങ് പ്രെയറിൽ ഡീറ്റെയിലിംഗ് ഉണ്ടാകും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കർത്താവ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്നൊരു വിഷയം വെച്ചാൽ നമ്മുടെ റൂട്ടുകൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞത്, സമർപ്പിക്കുന്നതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രെയർ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ കണ്ടിരിക്കുന്നത് പ്രൊട്ടക്ഷനാണ്. സംരക്ഷണം എന്ന് പറയും. സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു വിഷയം, മനുഷ്യന് അവൻ്റെ പരിഗണനയില്ലാത്ത ചില വിഷയങ്ങളൊക്കെ നമുക്ക് സംഭവിക്കത്തില്ലേ. നമ്മൾ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നതും അങ്ങനെയുള്ള ചില ഏടാകൂടങ്ങളൊക്കെ സംഭവിക്കത്തില്ലേ. ചില പറയും, ആ സമയത്ത് അയാളെ കാണാനുള്ള കാര്യമില്ലായിരുന്നു, ആ വഴിക്ക് പോയതാണ് കുഴപ്പമായിപ്പോയെന്നൊക്കെ പറയത്തില്ലേ. അതെല്ലാം പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലമാണ്. സംരക്ഷണം. ഇപ്പോൾ ഫീഡിങ് പ്രെയർ ഉണ്ടെങ്കിൽ നമുക്കത് ആ മേഖലയിൽ നമ്മൾ സേഫാണ് ശരിക്കും എല്ലാ മേഖലകളിലും. പിന്നെ ദൈവമായിട്ട് ജീവിക്കാൻ എളുപ്പമാണ് നമുക്ക്. നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എല്ലാവരെയും കുറിച്ച് ഞാൻ പറയണില്ല, എന്നാലും കുറച്ച് പേരൊക്കെ
ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ദൈവത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ആകാശ് എന്നും പറഞ്ഞ് ഒരു മോൻ സാക്ഷ്യം പറഞ്ഞു. ആകാശ് ചെറുപ്പക്കാരനാണ്, നല്ല സാക്ഷിയാണ്. അപ്പോൾ അവൻ പറഞ്ഞത് ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ലെന്ന് പറഞ്ഞ് ഏത് വിശ്വാസത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ എങ്ങനെ ജീവിതത്തിൽ ഇത്തിരി പരുവക്കേടുമാണ്, പക്ഷേ ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലെന്ന് ആകാശ് പറയണത്. അപ്പം അവൻ്റെ പ്രശ്നം എന്ന് പറയണത് അവൻ്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നീ പോയി ഉടമ്പെടുക്കുമ്പോനെ അപ്പം എല്ലാം ശരിയാ, അമ്മ ഇടപെടുമെന്ന് പറയും. അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് രസകരമായ എന്താ വെച്ചാൽ, ഒന്നാമത്തിൽ പപ്പ മാത്രമേ വീട്ടിലൊരു അപ്പൻ മാത്രമേ ഈ ബ്രെഡ് വിന്നറായിട്ടുള്ളൂ. ഭക്ഷണം അധ്വാനിക്കണത് അപ്പം മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കും അവനും ജോലിയില്ല. അവൻ്റെ പെട്രോൾ അടിക്കണ കാശ് പോലും അപ്പനോടാണ് മേടിക്കണത്. അപ്പം അതുകൊണ്ട് അവൻ അധികം പെട്രോളിന് കറങ്ങാനൊന്നും പോകത്തില്ല. അത്യാവശ്യം കാര്യങ്ങൾക്ക് വല്ല കറണ്ട് ചാർജ് അടക്കാൻ, പല പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ വല്ല ഇതില്ലേ ഈ എംപ്ലോയ്മെൻറ്റിലോ അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ കാര്യത്തിനെ പോകത്തുള്ളൂ. കാര്യം കാശില്ലാത്തത് കൊണ്ട് അപ്പായോട് എങ്ങനെയാണ് കാശ് വാങ്ങിക്കണത്? അപ്പായ്ക്ക് കുറച്ച് ശമ്പളം, ഇത്തിരി ശമ്പളമേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് കുടുംബം നോക്കണം, കറണ്ട് ചാർജും അടയ്ക്കണം, വെള്ളക്കരവും കൊടുക്കണം. അപ്പം ഇങ്ങനെ അവൻ്റെ കാര്യം. അപ്പം അത് കുടുംബത്തോട് ഇത്തിരി കൂറുള്ളവനായത് കാരണം ഡെർബാറൊന്നുമില്ല. സാധാരണ പാവപ്പെട്ടൊരു ജീവിതമാണ് ജീവിച്ചു കൂട്ടണത്. അപ്പം അതൊരിക്കലും അപ്പയെ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള ചിന്ത ഉണ്ട്. അത് കാരണം ആവശ്യമില്ലാത്ത കൂട്ടുകാരുടെ അടുത്ത് പോവുകയോ അവർ ചിലവ് ചെയ്യുമ്പോൾ നമ്മളും ചിലവ് ചെയ്യണ്ടേ. അപ്പം അതിനുള്ള പാങ്ങില്ലാത്ത കാരണം ഇങ്ങനെയുള്ള ചിലവ് കൂട്ടുകളൊക്കെ ഒന്നും പോകത്തില്ല. കുടുംബത്തോട് കരുതലുള്ള ആളാണ്. അപ്പം അവനെ അമ്മ പറയണ്ട, മകനെ നമ്മ ഇനി രക്ഷപ്പെടണമെങ്കിൽ മാതാവ് തന്നെ രക്ഷപ്പെടുത്തണം, നീ പോയി ഉടമ്പടി എടുക്കാൻ പറയാം. അപ്പോൾ ഉടമ്പടി എടുത്തും അങ്ങനെ മാതാവുമായിട്ട് ഈശോയുമായിട്ടൊക്കെ വലിയ ബന്ധമൊന്നുമില്ല, നോൺ ക്രിസ്ത്യനാണ്. അപ്പോൾ എന്നാലും അവന് തോന്നി ഇനിയിപ്പോൾ വേറെ ഇത്രയും നാൾ ജീവിച്ചിട്ട് പ്രത്യേകിച്ചൊരു മേൽഗതി ഇല്ലല്ലോ. അമ്മ പറഞ്ഞ പോലെ അമ്മയെ പോയി കാണാമെന്ന് പറഞ്ഞ് ഇവനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവൻ്റെ ഒരു പ്രശ്നമെന്ന് പറയണത് വിദ്യാഭ്യാസത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല ആളിനെ. വിദ്യാഭ്യാസത്തിൽ ഇനി എന്ത് ചെയ്യണം? ജോലി വേണം, പക്ഷേ ജോലിക്കുള്ള പഠനം ആയിട്ടില്ല. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരു കോഴ്സ് ചെയ്യണം, പക്ഷെ അതിന് ഭയങ്കര കാശാകത്തില്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ഷെഡ്യൂള് പഠനങ്ങൾക്ക് ശേഷം പിന്നീട് ഹയർ സ്റ്റഡീസ് പോകുമ്പോൾ ലക്ഷങ്ങളൊക്കെ അല്ലേ വരണത്. അപ്പം ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടുന്ന് കിട്ടാനാ? 2.5 സെൻറ്റ് സ്ഥലവും വീടുവേ ഉള്ളു. 2.5 സെൻറ്റ് സ്ഥലവും. ആകാശത്തിൻ്റെ സാക്ഷി ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യം, ഭയങ്കര അത് നമ്മളിൽ പല ആൾക്കാരും ആ ജീവിതമാണ് ജീവിക്കുന്നത്. വളരെ കുറഞ്ഞ ജീവിത രീതിയാണ്. അപ്പം അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം പരീക്ഷ ഫീസൊക്കെ വരുമ്പോൾ അപ്പനോട് ചോദിക്കണ്ടേ? അപ്പോൾ അര ലിറ്റർ പെട്രോളിന് പോലും അപ്പനോട് ചോദിക്കാൻ പ്രയാസമുള്ള ആളാണ്. എങ്ങനെയാണ് മുന്നിൽ? അപ്പം നമുക്കൊരു വഴി കാണുന്നില്ല. അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി കേട്ടപ്പോൾ. എല്ലാവരുടെയും ഒക്കെ അവസ്ഥ അത് തന്നെയാണ് ശരിക്കും. അപ്പം അതുകൊണ്ട് അമ്മയടുത്ത് വന്ന് ചോദിക്കാം. അപ്പം അമ്മയടുത്ത് ഇവിടെ വന്നിട്ട് ഇവന് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇവിടെ വന്ന് കുറേ നേരം അമ്മയോട് സംസാരിച്ചിട്ട് പോയി. എൻ്റെ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാമില്ല, പരുവക്കേടാണ്. കണ്ട, അതൊക്കെ അതാണ് ഡയലോഗ് എന്ന് പറയുന്നത്, കോൺവെർസേഷൻ. പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത കാരണം വർത്തമാനം പറയാനറിയാം. കാര്യം ഇവനും അമ്മയുമായിട്ട് ഭയങ്കര കൂട്ടാണ്, അവൻ്റെ അമ്മയുമായിട്ട്. അത് കാരണം അതുപോലെ ആയിരിക്കും ഈ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കക്ഷി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടും പോകാതെ നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയും മകനും കൂടി ഇരുന്ന് പറയണ പോലെയൊക്കെ കുറേ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞ് ഇവൻ ഉടമ്പടിയും ചെയ്ത് അവന് ഹരിപ്പാടെത്തിയതേ ഉള്ളൂ. അപ്പം തന്നെ ഫോൺ വന്നു,
അപ്പന് നല്ല ജോലിയായെന്ന്. പെട്ടെന്നാണ് സംഭവം. ആ പ്രാർത്ഥന കേട്ട് ശരിക്കും. കാര്യം ഇത് പ്രാർത്ഥിക്കുന്ന നമ്മളെ ദൈവത്തിൻ്റെ മനസ്സ് തൊടണം. എൻ്റെ പേര് സിന്ധു. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 10/1/2019 എൻ്റെ ഇപ്പോൾ 15ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പരിപാവനമായ അൾത്താരയിൽ വീണ്ടും ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിനെ അമ്മ മാതാവിനും തൃക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാനിപ്പോൾ ഒന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതെൻ്റെ മകൾ പറയും. എൻ്റെ പേര് ആരതി. അമ്മയുടെ ഉടമ്പടിയിലെ ആദ്യത്തെ അത് എനിക്ക് ഐസറിൽ ഇൻ്റഗ്രേറ്റഡ് PhDക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ തന്നെ +2 കഴിഞ്ഞ് ഐസറിൽ BSMSന് വേണ്ടിയിട്ടൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പോയി എഴുതി. പക്ഷെ അന്ന് എനിക്കത് കിട്ടിയില്ല. അതിനുശേഷം ഞാനിവിടെ BSc കെമിസ്ട്രിക്ക് മർത്തോമ കോളേജിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു MScയും PhDയും ഐസറിൽ ചെയ്യണമെന്നുള്ളത്. അതും ഐസർ തിരുവനന്തപുരത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് PhDക്ക് സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാൻ സാധ്യമാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഐസറിലെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ 2 റൗണ്ട് ഇൻ്റർവ്യൂ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എനിക്കത്ര നന്നായിട്ട് പെർഫോം ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പം ഇൻ്റർവ്യൂ ഓൺലൈനായിരുന്നു. എന്നാൽ കൊറോണ ടൈമിൻ്റെ ഒരു സമയത്തായിരുന്നു. സോ അത് കഴിഞ്ഞ് അമ്മ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊട്ടും പ്രതീക്ഷയില്ല, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് തന്നെ ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാം മാതാവ് നോക്കിക്കോളും, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അന്ന്. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പം സെലക്റ്റഡ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് എൻ്റേതായിരുന്നു. അതിനുശേഷം ഒന്നാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തിട്ട് വീണ്ടും 2ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ അതിനുശേഷം 1 മാസത്തിന് ശേഷം വീണ്ടും ഓൺലൈനായിട്ട് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ആ സമയത്തും ഇൻ്റർവ്യൂ കുറച്ച് ടഫായിരുന്നു. അപ്പോഴും ഞാൻ അമ്മേനോട് പറഞ്ഞു 1ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ പാസ്സായി, 2ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ എന്തായാലും നല്ല ടഫായിരിക്കും, കാരണം ഇത് ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ്. സോ അപ്പം അമ്മ പറഞ്ഞു എന്തായാലും 1ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് തന്നെ നിൻ്റെ അമ്മ മാതാവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും 2ാമത്തെ ഇൻ്റർവ്യൂവിൽ നീ എന്തായാലും ക്വാളിഫൈ ചെയ്യാമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് മെയിൽ വന്നു. ആ സമയത്ത് ഞാൻ സെലക്റ്റഡായി. അങ്ങനെ എനിക്ക് ഐസറിൽ ഇൻ്റഗ്രേറ്റഡ് PhDക്ക് അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ അവിടെ കൊണ്ടൊന്നും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം നിന്നില്ല. അതിനുശേഷം എനിക്ക് അവിടെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ആ സമയത്തും ഞാൻ എപ്പോഴും ഈ കൊന്ത ലാബിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഈ കൊന്ത കയ്യിലുണ്ടാവും. അതേപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ പോകാറുള്ളത്. അപ്പം ഞാൻ ഓരോ സമയത്തും എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ക്യാബിനിൽ പോയിട്ടിരുന്ന് ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ എന്തോ ആരും എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ പോയി അത് ചെയ്യുമ്പോൾ അതെനിക്ക് വൃത്തിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിലേറ്റവും വലിയൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർഗാനിക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അത് ക്യാമ്പസിൽ തന്നെ നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആ എക്സാമിൽ അത്യാവശ്യം സമയം വളരെ കുറവാണ്, പക്ഷെ പെട്ടെന്ന് എക്സാം എഴുതി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ സമയത്തിനുള്ളിൽ എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസിന് എനിക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഞാനത് ജസ്റ്റ് അറ്റൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്പർ പോലും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഹോസ്റ്റലിൽ വന്ന് റൂമിൽ ഞാൻ ജസ്റ്റ് ആൻസർ കീ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയേക്കുന്ന ഉത്തരം തന്നെ തെറ്റാണ്. പിന്നെ ചില ഉത്തരങ്ങളൊന്നും ഞാൻ അറ്റൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഇങ്ങനെ മെയിൽ വരും, ആക്ച്വലി നമ്മൾ പോയി ആൻസർ ഷീറ്റ് നോക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ലാബിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയ സമയത്ത് എനിക്കൊരു മെയിൽ വന്നു, ഇതേപോലെ ആൻസർ ഷീറ്റ് വന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ എന്തായാലും ഫെയിലാവും, പോയിട്ട് കാര്യമില്ല. ആ ഒരു രീതിയിൽ ഞാൻ നിന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്തോ പോയി നോക്ക് ചിലപ്പോൾ നല്ലതാണെങ്കിലോ എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോഴും എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്. ഞാൻ ക്യാബിനിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പം എക്സാം എല്ലാവർക്കും ടഫായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ എഴുതിയ കുട്ടികളിൽ
ആകെ 4-5 പേർക്ക് മീഡിയൻ ലെബവ് മാർക്കുള്ളൂ, അതായത് ഏറ്റവും നല്ലൊരു മാർക്ക്. അപ്പം ഞാൻ ക്യാബിനിൽ ചെന്നു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ ഫെയിലാവും. ഞാനപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് പോയത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് പാസിൻ്റെ അടുത്തെങ്കിലും എനിക്ക് മാർക്ക് ലഭിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ പോയി. ഞാൻ നോക്കിയ സമയത്ത് ആ 4 പേരിൽ ഒരാൾ ഞാനായിരുന്നു. പക്ഷെ അതെനിക്ക് ഏറ്റവും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എന്നിട്ട് ഞാൻ ആ ആൻസർ ഷീറ്റ് എടുത്ത് നോക്കിയ സമയത്ത്, ആദ്യം ഞാൻ നോക്കിയ സമയത്ത് ഞാൻ എഴുതിയ ആൻസർ വരെ തെറ്റായിരുന്നു ആൻസർ കീ ആയിട്ട് മാച്ച് ചെയ്തപ്പം. പക്ഷേ പിന്നീട് ഞാനത് റിസൾട്ട് നോക്കാൻ പോയ സമയത്ത് ആൻസർ കീ എടുത്ത് നോക്കിയ സമയത്ത് എനിക്കറിയില്ല ആ ആൻസർ എങ്ങനെ അവിടെ വന്ന്. ഞാൻ അറ്റൻഡ് ചെയ്യാത്ത പല ക്വസ്റ്റ്യനും അതിൽ വന്ന്. എനിക്കത് അറിയില്ല അതെന്താണെന്ന്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അമ്മ മാതാവ് എനിക്ക് നൽകിയത്. ഇത്രയും അനുഗ്രഹം, അതുപോലെ തന്നെ ഐസറിൽ എന്നെ എത്തിച്ച മാതാവിന് 1000 നന്ദി. ഇനിയും എൻ്റെ ജീവിതം ഞാൻ മാതാവിൽ മാത്രം സമർപ്പിച്ച്, എനിക്കിപ്പം വേറെ എങ്ങും പോയി പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയും അനുഗ്രഹം എനിക്ക് സമ്മാനിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. അടുത്തത് എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് അതികഠിനമായ വയറുവേദനയും ബ്ലീഡിങ്ങുമായി ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിൽക്കാതെ വന്നപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻഡോമെട്രിയൽ തിക്നെസ്സും യൂട്രസിനകത്ത് ഭയങ്കര മുഴയുമാണ്. അപ്പോൾ അവർക്ക് എന്തോ സംശയം തോന്നി, എന്നോട് പറഞ്ഞു അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു. ഒരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ്, നീ കൃപാസനത്തിൽ പോകും. അങ്ങനെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ മനസ്സിൽ പറയുകയാണ്, ജോസഫച്ചനെ ഒന്ന് കണ്ടാൽ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടു. അച്ഛൻ എൻ്റെ വയറിൽ കൈവച്ച് അനുഗ്രഹിച്ച് എനിക്ക് കാശ് രൂപവും തന്ന് ഞാൻ ഓപ്പറേഷത്തിന് പോയി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് ടെസ്റ്റിന് അയച്ചു. എനിക്ക് ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെക്കപ്പിന് ചെന്നപ്പോൾ എൻ്റെ ആ യൂട്രസ് ഓവറി എടുത്ത ഭാഗത്ത് വീണ്ടും ഒരു തടുപ്പ്. അത് വീണ്ടും ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അത് ബയോപ്സിക്ക് അയച്ചു. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ ദിവസവും എൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയും. അങ്ങനെ ഞാൻ എൻ്റെ ബയോപ്സിയുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതും നോർമലാക്കി എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ 2-3 വർഷമായുള്ള എൻ്റെ പല്ലിൻ്റെ ഊന്നിന് അതികഠിനമായ വേദന, എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യ, ഒന്നും വയ്യ, ഇളകിപ്പോകുന്ന പോലെയുള്ള അതികഠിനമായ വേദനയാണ്. അങ്ങനെ ഞാൻ പല്ല് ഡോക്ടറെ അടുക്ക പോയി അവിടെ കാണിച്ചു. ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു. അത് കഴിഞ്ഞ് അവരിൽ നിന്നും കുറവില്ലാതെ അവിടുന്ന് ENT കാണിച്ചു. സൈനസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി മരുന്നുകൾ കഴിച്ചു. കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ആ അസുഖം വന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഡോക്ടറെ കണ്ടു. ഒത്തിരി മരുന്നുകളെല്ലാം കഴിച്ചു. ഒരു കുറവുമില്ല. ലാസ്റ്റിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്ക ഞാൻ പറഞ്ഞു, ഇനിയും ഞാനൊരു മരുന്നും കഴിക്കുകയെന്നില്ല, അമ്മയുടെ വിശുദ്ധമായ ഉപ്പും വിശുദ്ധ തൈലവും മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിശുദ്ധമായ ഉപ്പും വിശുദ്ധമായ തൈലവും പുരട്ടി എനിക്ക് ഇപ്പം അതിലും രോഗസൗഖ്യം തന്ന് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചു. ഇനി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും വലുതുമായിട്ട് എൻ്റെ ജീവിതത്തിൽ അമ്മ തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ മൊത്തം ഇപ്പം അമ്മ വിശ്വാസത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവ് ഇപ്പം ഉടമ്പടിയിലാണ്. ഞങ്ങളുടെ കുടുംബം മൊത്തം ഇപ്പോൾ ഉടമ്പടിയിൽ ജീവിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതകാലം മൊത്തം അമ്മയിലും തിരുക്കുമാരനിലും ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീണ്ടും ഇനിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ വീണ്ടും ഞങ്ങളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇവിടുന്ന് മേടിച്ച് വണ്ടാന ഹോസ്പിറ്റലുകളിലെ പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുകളിലെ എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാവരോടും പറഞ്ഞ് അതെല്ലാം ഞാൻ പത്രം കൊടുക്കും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചോറ് പൊതികെട്ടി അത് കൊണ്ട് കൊടുക്കും. പിന്നെ എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവർക്ക് വൃദ്ധസദനങ്ങളിൽ പോയി അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളായി വാങ്ങിച്ചു കൊടുക്കും. പൈസയായിട്ടാണേലും കൊടുക്കും. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും അങ്ങനെ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സാൻഡ്ര. ഞങ്ങൾ പുത്തൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യമേ തന്നെ ദൈവമാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ഉടമ്പടി എടുത്തത് 20 മെയ് 2025
അന്ന് ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് സെറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും, ഉടമ്പടിയുടെ റൂൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഹോൾ ടിക്കറ്റ് വന്നിട്ട് ശേഷം ഇവിടെ അച്ഛനെ കണ്ടു, ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, അനുഗ്രഹം വാങ്ങി. അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മമ്മിക്ക് ഇവിടെ ഞാൻ എക്സാം പാസ്സായി എന്നുള്ളൊരു പാസ്ഡ് എന്ന് പറയുന്ന ഒരു സീലടിച്ച് കിട്ടുന്ന പോലെ മമ്മിക്ക് അൾത്താരയിൽ തോന്നി. അതെന്നോട് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാം ആയി. എക്സാം ദിവസം ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് ഉപ്പും എല്ലാം നല്ല വിശ്വാസത്തോടെ ഞാൻ പരീക്ഷ ഹാളിൽ പോയി. മാതാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം എനിക്ക് അവിടെ അനുഭവിക്കാൻ പറ്റി. കാരണം ഉത്തരങ്ങൾ അറിയാത്തത് പോലും മാതാവിൻ്റെ എനിക്കത് പറഞ്ഞു തന്ന് അത് ശരിയാണ്, നീ അത് ചെയ്യുന്ന രീതിയിൽ മാതാവിൻ്റെ കൂടെ ഇരുന്നു. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഒരു കസിൻ ചേച്ചിയുണ്ട്. അപ്പോൾ എൻ്റെ റിസൾട്ടിൻ്റെ കാര്യം വെച്ച് ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചിക്കാണെങ്കിൽ മാതാവിൻ്റെ ഒരു മെസ്സേജ് കിട്ടി. ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്, പക്ഷേ ആൾക്കാരൊക്കെ സഹായം ചോദിച്ചു വരുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് കാരുണ്യപ്രവർത്തികൾ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ചേച്ചിക്കൊരു മെസ്സേജ് കിട്ടി. ഞാൻ നമ്മുടെ ഈ അനാഥാലയത്തിലോ ഉള്ള ഗാന്ധി ഭവനിലോ ഒക്കെ പോയി കാരുണ്യപ്രവർത്തികൾ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് മാതാവ് ചേച്ചിക്ക് കൊടുത്തു. അങ്ങനെ ചേച്ചി അത് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒക്ടോബർ 29 വൈകിട്ട് ഈ ഒരു കാരുണ്യപ്രവർത്തി ഞാൻ ഗാന്ധി ഭവനിൽ പോയി അവിടെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് അരിയും പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു, പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു. 48% മാർക്കാണ് പാസ്സാവാൻ വേണ്ടുന്നത്. 50% മാർക്കോടുകൂടി ഞാൻ സെറ്റ് എക്സാം ഞാൻ പാസ്സായി. മാതാവിൻ്റെ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ കേറ്ററ്റിൻ്റെ പരീക്ഷ, ഇതും ഞാൻ കൂട്ടിയ മാർക്കിനേക്കാളും ഒരുപാട് മാർക്ക് കൂടുതൽ മാതാവ് എനിക്ക് തന്നു. അങ്ങനെ കേറ്ററ്റിൻ്റെ എക്സാമും ഞാൻ വളരെ നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. മാതാവിനും തിരുക്കുമാരനും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ലി ജോൺ. ഞങ്ങൾ പുത്തൂരിൽ നിന്ന് വരുന്നു. ആദ്യമേ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുകയാണ്. മെയ് മാസത്തിലാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാനായി വരുന്നത്. മെയ് 8 ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചു. ആദ്യമായി ഞാൻ സമർപ്പിച്ച നിയോഗം ഏകദേശം 7-8 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യൂട്രസ് എടുത്തതിന് ശേഷം എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ശരിക്കും ആ രോഗം എന്നെ അങ്ങ് അലട്ടി. പല മരുന്നുകളും പിന്നീട് പിടിക്കാതെയും, അതായത് എപ്പോഴും അസുഖം വരികയാണ്. ഞാനൊരു ടീച്ചറാണ്. എപ്പോഴും ഈ അസുഖം എനിക്ക് വരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അസുഖം വന്നിട്ടില്ല. മെയ് മാസത്തിലായിരുന്നു അത്. പിന്നെ ഞാൻ ഒരു ടീച്ചറാണ്. എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. ഞാനൊരു ടീച്ചറാണ്. എനിക്ക് കൊറോണ വന്നിരുന്നു. കൊറോണയ്ക്ക് ശേഷം എനിക്കറിയത്തില്ല, എന്തോ ഒരു ശ്വാസം മുട്ടല. എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ പാട്ട് പാടാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പോലും പറ്റില്ല. നിശബ്ദമായി ചെയ്യാൻ പറ്റും, ശബ്ദത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശ്വാസം മുട്ടൽ. എവിടെയാ, ശ്വാസകോശത്തിലാണോ വയറ്റിലാണോ എവിടെയാണ് ആ ശ്വാസം മുട്ടലെന്ന് അറിയാൻ പറ്റുന്നില്ല. ശരിക്കും ശ്വാസം മുട്ടൽ. ഒരുപാട് ആശുപത്രികളിൽ കാണിച്ചു, ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തു. എനിക്ക് എൻ്റെ അസുഖം കുറയുന്നില്ല. ചുമയും ഉണ്ട് അതിൻ്റെ കൂടെ, അതിഭയങ്കരമായ ചുമ. അസുഖം മാറുന്നില്ല. അവസാനം ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ മാതാവിനോട് ഞാൻ വെച്ചു, എൻ്റെ ശ്വാസം മുട്ടലെടുത്ത് മാറ്റണേന്ന്, എൻ്റെ റെസ്പിറേറ്ററി പ്രോബ്ലം എടുത്ത് മാറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. ഞാൻ അതിനുശേഷം വീട്ടിൽ ചെന്ന് എനിക്ക് ഡോക്ടേഴ്സ് കുറിച്ച മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ആവി പിടിക്കുന്ന മരുന്നൊഴിച്ച് ആവി പിടിക്കുന്ന ഞാൻ ചെയ്ത് നമ്മുടെ വിശുദ്ധ ഉപ്പ്, നമ്മുടെ വെഞ്ചരിച്ച ഉപ്പ് ശകലമിട്ട് അങ്ങനെയാണ് ഞാൻ ആവി പിടിച്ചത്. അത് മാത്രം ഞാൻ മരുന്നായി ഉപയോഗിച്ചു. ഞാൻ പിന്നീട് ഡോക്ടർ തന്ന മരുന്നുകളൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി ആ മരുന്ന് ഉപയോഗിക്കത്തില്ല, അമ്മ എൻ്റെ അസുഖം എടുത്തു മാറ്റണമെന്ന്. ഞാൻ മരുന്നുകൾ ഉപയോഗിച്ചില്ല. നമ്മുടെ ഇവിടുത്തെ അഖണ്ഡ ജപമാല ദിവസം ഒക്ടോബർ 25 ഇവിടെ വന്ന് അഖണ്ഡ ജപമാല നടത്താൻ കഴിഞ്ഞില്ല. ഞാനും എൻ്റെ മോളും കൂടി വീടിൻ്റെ മുറ്റത്ത് നിന്ന് ജപമാല ചൊല്ലി, വീടിൻ്റെ മുറ്റത്തുള്ള ഇടവഴിയിലൂടെ നടന്ന് ജപമാല ചൊല്ലി, മാതാവേ
ആ ഒരു ദിവസത്തിന് ശേഷം ഇന്ന് വരെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിട്ടില്ല. എനിക്ക് തണുത്ത ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ തണുത്ത ആഹാരവും കഴിക്കുന്നുണ്ട്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പാടാൻ പറ്റുന്നുണ്ട്, എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം എനിക്ക് പറ്റുന്നു. ഇപ്പോൾ ആ ശ്വാസം മുട്ടൽ അങ്ങോട്ട് പോയി എന്നെനിക്കറിയില്ല. എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം പത്രം, വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പത്രം തീരുന്നുവെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും എന്നോട് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ അനാഥാലയങ്ങൾ ഞാൻ മോളും കൂടി പോയി സന്ദർശിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായന, ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ബൈബിൾ വായന എല്ലാം ഞങ്ങൾ തിരികത്തിച്ച് പ്രാർത്ഥന എല്ലാം കൃത്യമായി പാലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഒരു പൂർണ്ണ കുംഭസാരം നടത്താൻ തന്നെ ഈ ആലയത്തിൽ വന്നാണ് എനിക്ക് സാധിച്ചത്. എനിക്ക് മാതാവ് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. മാതാവ് അങ്ങ് കൂടെയുള്ളതുപോലെ അങ്ങ് കൂടെ നടക്കുക, എല്ലാം അത് ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യേണ്ട, ചെയ്യാവുന്ന കാര്യം ചെയ്യുന്നതിന് നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവമാണ് എനിക്ക്. എൻ്റെ മാതാവിന് എല്ലാ നന്ദി. മാതാവിനും തിരുക്കുമാരനും